ക്രോപ്പ് ടൂള് നമ്മൾ സാധാരണ ക്രോപ്പ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഫോട്ടോഷോപ്പിൽ? ക്രോപ്പ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ക്രോപ്പ് ചെയ്തിട്ട് എൻ്റർ കീ അടിക്കുമ്പോൾ മൊത്തത്തിലങ്ങ് പോകും. പക്ഷേ ഇവിടുത്തെ ക്രോപ്പ് ടൂൾ അങ്ങനെയല്ല. നമുക്കൊരു ഇമേജിനെ ക്രോപ്പ് ചെയ്യാൻ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു പിക്ചർ എടുത്ത് ഈ ഒരു പിക്ചറിനെ എനിക്ക് ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഫോട്ടോഷോപ്പിൽ അങ്ങനെ ക്രോപ്പ് ആവും. പക്ഷേ ഫോട്ടോഷോപ്പിൽ അല്ലാതെ ക്രോപ്പ് ചെയ്താൽ മൊത്തത്തിലും ക്രോപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതിൽ പക്ഷേ അങ്ങനെയല്ല. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ക്രോപ്പ് അടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇത് ക്രോപ്പ് ആവും. സെയിം തന്നെയാണ് ഫോട്ടോഷോപ്പിൽ സെയിം തന്നെ. പക്ഷേ ഫോട്ടോഷോപ്പിൽ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയും ക്രോപ്പ് ചെയ്യാം. ഇങ്ങനെ ക്രോപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ ഇങ്ങനെ ക്രോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ഒബ്ജക്റ്റ് ക്രോപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ലെറ്റർ ക്രോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ ലെറ്റർ ഇതിൻ്റെ അകത്ത് എങ്ങനെയായിരിക്കും ക്രോപ്പ് ആവുന്നത് നമുക്ക് നോക്കാമേ. ഞാനിപ്പോൾ അനിമേഷൻ ഒന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാനതിന് സ്വല്പം ഒന്ന് വലുതാക്കിയേ. അതിൻ്റെ കൂടെ ഞാൻ ഒരു ടൂളും കൂടെ പറയുകയാണേ. ഒന്നുമില്ല, ബോൾഡും ഇറ്റാലിക്കും എന്താണ് അണ്ടർലൈനും. ബോൾഡ്, ഇറ്റാലിക്ക്, അണ്ടർലൈൻ. അപ്പോൾ ആ ഒരു ടൂളും കൂടെ ഞാൻ എൻ്റെ കൂടെ പറയാണ്. ഞാൻ അണ്ടർലൈൻ മാറ്റിയിട്ട് ബോൾഡ് എടുത്തു. ഓക്കെ, ബോൾഡിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബോൾഡ് മാറും, ഇറ്റാലിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റാലിക്ക് മാറും. ഓക്കെ, ഇതിനെ ഞാനൊന്ന് ക്രോപ്പ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക നോക്കാം. ഞാനിപ്പോൾ എനിക്ക് ഇത് മാത്രം ക്രോപ്പ് ചെയ്യണമെന്ന് വെച്ചോ, ഉണ്ടോ ലെറ്റേഴ്സും നമുക്ക് ഇതിൻ്റെ അകത്ത് ക്രോപ്പ് ചെയ്യാം. പക്ഷേ നമ്മൾ ഫോട്ടോഷോപ്പിൽ ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞുള്ള വിഷയം എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും, മൊത്തത്തിൽ അത് മാത്രമേ അങ്ങ് കാണാൻ പറ്റത്തുള്ളൂ. നമ്മളെ പേജ് അങ്ങ് പോവും, മൊത്തത്തിലങ്ങ് ചെറുതായി ഒന്നിക്കും. ഇതങ്ങനെയല്ല, ഇത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് മാത്രം ക്രോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ക്രോപ്പ് ടൂള്. അടുത്ത നൈഫ് ടൂളാണ്. നൈഫ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നൈഫ് ടൂൾ എന്ന് വെച്ചാൽ നൈഫ് വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഒരു ഒബ്ജക്റ്റിന്. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് കളർ കൊടുത്തു. ഇപ്പോൾ നൈഫ് ടൂൾ ആണെങ്കിൽ ഞാൻ ഒരു ഡ്രാഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കട്ടാവും. കണ്ടോ, നൈഫ് ടൂൾ. സോ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, നൈഫ് ടൂൾ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ക്രോസ് ഓവറായിട്ട് കുറേ കട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. നമുക്കിതിനെല്ലാം പീസസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്. ഇത് കണ്ടോ, ഇത് ആക്ച്വലി ഇത് കട്ടാണ്. പക്ഷേ ഒരു കാര്യം കൂടെ ചെയ്യണം, എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ ബ്രേക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് അൺഗ്രൂപ്പ് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, അൺഗ്രൂപ്പ് ഓൾ. ഇനി ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ സ്ട്രോക്ക് ഉൾപ്പെടെ നമുക്ക് എല്ലാത്തിനെയും ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പോൾ ഞാൻ ആ ടൂൾ ഒന്നും കൂടെ എടുക്കുകയാണ്. ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു, റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് വരച്ചു. അതിൻ്റെ അകത്ത് ഞാനൊരു കളർ കൊടുത്തു, നൈഫ് ടൂൾ എടുത്തു, 1 2 3 ഇങ്ങനെ റാൻഡമായിട്ട് ഞാൻ അതിനെ കട്ട് ചെയ്തു, സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക്, അൺഗ്രൂപ്പ് ഓൾ. ഇനി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള പീസസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി എന്താണ് നൈഫ് ടൂള്. ഓക്കെ, ഇത് ഇറൈസർ ടൂളാണ്. ഇറൈസർ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു റൗണ്ട് ഞാനിങ്ങനെ വരച്ചു, എന്നിട്ട് നമുക്ക് സാധാരണ പോലെ ഇറൈസ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. 1 2 3. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇറൈസ് ചെയ്യാം. ഇറൈസ് ചെയ്യുമ്പോഴും സെയിം ഒരു പ്രശ്നമുണ്ട്. എന്താണ്, ഇതിനെ നമ്മൾ അൺഗ്രൂപ്പ് ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, ഇതിനെ അൺഗ്രൂപ്പ് ചെയ്യുന്നതിന് പകരം ഇതിൻ്റെ അകത്ത് ബ്രേക്ക് കർവ് എപ്പാർട്ട്, അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ Ctrl+K, ബ്രേക്ക് കർവ് എപ്പാർട്ട് ക്ലിക്ക് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിനെ റിമൂവ് ചെയ്ത് ഇങ്ങനെ കളയാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയ 3 ടൂൾസ് ഉണ്ട്. ഒന്ന് ക്രോപ്പ്, ദെൻ നൈഫ്, ദെൻ ഇറൈസർ ടൂൾ. ഓക്കെ, ഇനി നമുക്ക് ഒരു ടെക്സ്റ്റ് ഞാനിങ്ങനെ ടൈപ്പ് ചെയ്യണേ. ഗ്രാഫിക്. നമുക്കിതിൻ്റെ അകത്തൊരു ഷാഡോ കൊടുക്കണം. ഇതാണ് ഷാഡോ. അപ്പോൾ നമുക്ക് ഷാഡോ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇതിൻ്റെ അകത്തൊരു കളർ ചേഞ്ച് ആവും. അതിനുശേഷം നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളൊരു ഇത് വരയ്ക്കുക. ഗ്രാഫിക് ഡിസൈനെ ഞാൻ തൽക്കാലം പുറത്തെടുക്കുക. അതിന് വേറെ മാർഗ്ഗമുണ്ട്. തൽക്കാലം ഞാൻ പുറത്തെടുത്തതിന് ശേഷം ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊരു പർട്ടിക്കുലർ കളർ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിതിനെ മൂവ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കാം. ഇവിടെ സെലക്ട് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, ആക്ച്വലി എന്താണ് പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ബാക്കിലായിപ്പോയി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് പേജ് അപ്പ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇതിൻ്റെ മുകളിൽ വരും. ഷിഫ്റ്റ് പേജ് അപ്പും ഷിഫ്റ്റ് പേജ് ഡൗണും, അപ്പും ഡൗണും. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, അപ്പ് അടിക്കുക, ഡൗൺ അടിക്കുക. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, കീബോർഡിൽ അപ്പ് അടിക്കുക, ഡൗൺ അടിക്കുക. ഓക്കെ, എന്നിട്ട് ഗ്രാഫിക് ഡിസൈനെ ഞാൻ കുറച്ചൊന്ന് ബോൾഡ് ആക്കി. നോക്കിയേ, ഇപ്പോൾ ഇത് ബോൾഡ് ആയില്ലേ. ബോൾഡ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഷാഡോ അപ്ലൈ ചെയ്യാം. ഷാഡോയിൽ സെലക്ട് ചെയ്യുക. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അപ്പം ഇതാണ് ഇതിൻ്റെ ഷാഡോയുടെ കട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോട്ടോഷോപ്പിലാണെങ്കിൽ നമ്മൾ ഒരു വട്ടം ഷാഡോ കൊടുത്താൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് അതുമായിട്ടൊരു കൺട്രോൾ കാണില്ല.
പിന്നെ കറക്കി 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 ഇതങ്ങനെയല്ല. ഇത് നമുക്കിത് കണ്ടോ, ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ഷാഡോ ആക്കാം, മൂവ് ചെയ്യാം. ഇതാ ഈ ഒരു ഏരിയക്കകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്കിങ്ങനെ കൂട്ടാം. കണ്ടോ, മാക്സിമം ഇൻറ്റൻസിറ്റി നമുക്കിങ്ങനെ കൂട്ടാം. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ ചെയ്യണമെന്നില്ല, ഇതിൽ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഫോട്ടോഷോപ്പിൽ പോയാൽ വീണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. അതേപോലെ ഇതിൻ്റെ അകത്ത് 2 ടൈപ്പ് ഓഫ് ഷാഡോസ് ഉണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ഷാഡോയും അടുത്തതെന്ന് പറഞ്ഞാൽ ഇന്നർ ഷാഡോയും. എഴുതിക്കോ, ഡ്രോപ്പ് ഷാഡോ ആൻഡ് ഇന്നർ ഷാഡോ. 2 ടൈപ്പ് ഷാഡോ ഉണ്ട്, ഒന്ന് ഡ്രോപ്പ് ഷാഡോയും ഒന്ന് ഇന്നർ ഷാഡോയും. അപ്പോൾ ഡ്രോപ്പ് ഷാഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങളുണ്ട്. ഡ്രോപ്പ് ഷാഡോയ്ക്കകത്ത് ഗോസിയൻ ബ്ലറ്, അത് വളരെ സൂക്ഷിച്ച് നോക്കാൻ അറിയാൻ പറ്റും. എന്താ ഇൻസൈഡ്, കണ്ടോ, ഇൻസൈഡ് എന്ന് പറയുമ്പോൾ അകത്ത് കയറി, മിഡിൽ, അതുപോലെ തന്നെ ഔട്ട്സൈഡ് പുറത്ത്, അതേപോലെ തന്നെ ആവറേജ്. കണ്ടോ, ഇതിവിടെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഗോസിയൻ ബ്ലർ, ഇൻസൈഡ്, മിഡിൽ, ഔട്ട്സൈഡ്, ആവറേജ്, ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഗോസിയൻ ഇൻസൈഡ് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കിട്ടും. ലീനിയർ, അതേ സ്ക്വാഡ്, ഇൻവേർഡ് സ്ക്വാഡ്, ഫ്ലാറ്റ്. കണ്ടോ, എല്ലാത്തിനും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് കേട്ടോ, ചെറുതായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റും. അപ്പോൾ അതായത് ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ ഷാഡോയുടെ ഇൻറ്റൻസിറ്റി, അത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇതിനെ മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്മൂത്ത്നെസ് കണ്ടോ, ഷാഡോ ഫെദറിങ്, ഇത് ഷാഡോ ഒപ്പാസിറ്റി. ഇപ്പോൾ ഫെദർ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിഡിലാക്കിയാൽ കണ്ടോ ഈ ഒരു ഫീല് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫെദർ വേണമെങ്കിൽ നമുക്ക് സ്വല്പം ഒന്ന് കുറയ്ക്കാം. കണ്ടോ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് നമ്മുടെ കൺട്രോളിലാണ് ഷാഡോ എന്ന് പറയുന്നത്, നമുക്ക് എന്തുകൊണ്ടും ചെയ്യാം. അതേപോലെ പ്രീസെറ്റ് എടുത്തിട്ട് ഫ്ലാറ്റ് ടോപ്പ് റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ അത് ടോപ്പിലോട്ട് ചാടിപ്പോയി. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഓപ്ഷൻ ആക്റ്റീവ് ആവും അപ്പോൾ തന്നെ. ഏതാണ്? ഇന്നർ ഷാഡോ ടൂൾ. ഇതിനെ നമുക്കത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം, മനസ്സിലായില്ലേ? മൂവ് ചെയ്ത് ഇങ്ങനെയും കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ നേരെ ഫെദറിങ്ങിൻ്റെ ഡയറക്ഷൻ നമ്മൾ നേരത്തെ നോക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇന്നർ ഷാഡോ ടൂൾ എന്ന് പറയുമ്പോൾ കണ്ടോ, ഇത് ഇന്നർ ഷാഡോ ടൂൾ ആകുമ്പം ഈ ഒരു അതിൻ്റെ അകത്തൊരു ഷാഡോ വരുന്നൊരു ഫീല് വരും. നോക്കിയേ, കണ്ടോ, അകത്തൊരു ഷാഡോ വരുന്നൊരു ഫീല് വരും ഇന്നർ ഷാഡോ ആകുമ്പോൾ. കണ്ടോ, അകത്തൊരു ഷാഡോ ഒന്നുമില്ല, ഇങ്ങനെ ഒരു ഷാഡോ വരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫെദർ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. കണ്ടോ, അപ്പോൾ ആ ഒരു ഡിസ്റ്റർബൻസും കാര്യങ്ങളും എല്ലാം മാറും. അതുപോലെ ഇവിടെ നമുക്ക് ഫ്ലാറ്റ് ബോട്ടം റൈറ്റ് കണ്ടോ, അതിവിടെ വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നർ ഷാഡോ വീണ്ടും അപ്ലൈ ചെയ്താൽ അതിൽ കുറച്ചും കൂടെ ഒരു കട്ടിയുള്ളൊരു ഇതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒപ്പാസിറ്റി വേണമെങ്കിൽ കൂട്ടാം. കണ്ടോ, അപ്പോൾ ഒപ്പാസിറ്റി കൂട്ടി കഴിയുമ്പോൾ അത് നമുക്ക് കുറച്ചും കൂടെ ഡാർക്കർ ആവും. സ്വല്പം അങ്ങോട്ട് വയ്ക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ടോപ്പ് ലെഫ്റ്റ്. കണ്ടോ, ലെഫ്റ്റാണ്, ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത്. അതേപോലെ ഫ്ലാറ്റ് ടോപ്പ് ലെഫ്റ്റ് റൈറ്റ്, ഫ്ലാറ്റ് ടോപ്പ് ലെഫ്റ്റ്, പെർസ്പെക്റ്റീവ് ടു റൈറ്റ്. കണ്ടോ, കറക്റ്റാണ്. ഇത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് അനക്കി കൊടുത്താൽ കറക്റ്റ് താഴെ ഇരിക്കുന്നൊരു ഫീൽ കിട്ടും. കണ്ടോ, ഒരു 3D ഫീൽ കിട്ടും. അതേപോലെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പെർസ്പെക്റ്റീവ് ടോപ്പ് റൈറ്റ്, അതുപോലെ പെർസ്പെക്റ്റീവ് ടോപ്പ് ലെഫ്റ്റ്. കണ്ടോ, ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഇത് ഫോട്ടോഷോപ്പിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടും, പക്ഷേ സ്വല്പം പാടാണ്, ഇത്ര എളുപ്പത്തിൽ കിട്ടത്തില്ല സംഭവം. പെർസ്പെക്റ്റീവ് ടോപ്പ് ലെഫ്റ്റ് കണ്ടോ, അത് നമുക്ക് മൂവ് ചെയ്യാം. അതിൻ്റെ അകത്ത് ഡ്രോപ്പ് ഷാഡോ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, ഇന്നർ ഷാഡോ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യില്ല. അതുപോലെ സ്മോൾ ഗ്ലോ കണ്ടോ, ചെറിയൊരു ഗ്ലോ. അപ്പോൾ ഗ്ലോയുടെ ഇൻറ്റൻസിറ്റി മാക്സിമത്തിൽ ഇരിക്കുകയാണ്, നമുക്ക് കുറയ്ക്കാം. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഗ്ലോ ഉൾപ്പെടെ അതിൻ്റെ അകത്തുണ്ട്. ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഇത് മാറും. ഇതും ഗ്ലോ തന്നെയാണ്, പക്ഷേ ആ പ്രോപ്പർട്ടി നല്ലാത്ത രീതിയിലുള്ള ഗ്ലോയാണ് ഉള്ളത്. ഓക്കെ, ഇന്നർ എഡ്ജ് കണ്ടോ, നമ്മൾ ആ ഒരു 3D ഫീൽ പോലെ നമുക്കതിനെ കൊണ്ടുവരാം. ഇതിൽ നിന്നും നമ്മൾ മൂവ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിനൊരു ഡെപ്ത്ത് കൂടി ഇല്ലേ, കണ്ടോ, ആ ഒരു ഡെപ്ത്തിൽ നമുക്കിതിനെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് ഇന്നർ ബോട്ടം ലെഫ്റ്റ്. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പെർഫെക്റ്റ് നമുക്ക് എന്താണ് വേണ്ടത് അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും. ഏത് ഏരിയക്കകത്താണ് ലൈറ്റ് കുറവ്, ഏത് ഏരിയക്കകത്താണ് ലൈറ്റ് കൂടുതൽ വേണ്ടത്. ആക്ച്വലി ലൈറ്റല്ല വർക്ക് ചെയ്യുന്നത്, ഇതാണ് എന്നിട്ട് ഷാഡോ ആണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇന്നർ ബോട്ടം റൈറ്റ് കണ്ടോ, ഇന്നർ ബോട്ടം റൈറ്റ്. ഇതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ബ്ലാക്ക് ആക്കിയാൽ സ്വല്പം കൂടെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. കണ്ടോ, ബാക്ക്ഗ്രൗണ്ടിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടും നമ്മൾ അതിനനുസരിച്ച് ട്വീക്ക് ചെയ്യണം. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ആക്കിയുള്ള വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ അകത്ത് നമുക്ക് ഷാഡോ കാണത്തില്ല. കളർ ചേഞ്ച് വരുമ്പോഴേ നമുക്ക് ഷാഡോ അറിയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഷാഡോ ഇല്ലല്ലോ,
പക്ഷേ ഇതിൻ്റെ അത് കണ്ടോ, ഇത് എത്ര നമ്മൾ അപ്ലൈ ചെയ്താലും ആ ഒരു ഫീല് വരത്തില്ല. കണ്ടോ, വേറെ ഏത് കളറിൽ അപ്ലൈ ചെയ്താലും അത്രയും ഒരു ഫീല് വരില്ല. കണ്ടോ, പക്ഷേ ബ്ലാക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പക്കായിട്ട് അറിയാൻ പറ്റും ഈ ഒരു സംഭവം. ഓക്കെ, വീണ്ടും ഞാൻ ഷാഡോയിലോട്ട് പോയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അതിൻ്റെ അകത്ത് വീണ്ടും ഞാൻ ടോപ്പ് ലെഫ്റ്റ് കണ്ടോ, ഇതായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് പെർഫെക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇതായതുകൊണ്ട് ഇതാണെങ്കിൽ ഇതാ അറിയാൻ പറ്റും, പക്ഷേ അത്രയ്ക്കൊരു ഫീലില്ല അല്ലേ. ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ അത്രയ്ക്കൊരു ഫീലില്ല. അതിനെ മൂവ് ചെയ്തിട്ട് നമുക്ക് അല്ലാത്ത രീതിയിൽ നമുക്ക് ട്വീക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഷാഡോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഉള്ള കാര്യം. കണ്ടോ, ഷാഡോ, ഗ്ലോ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഷാഡോ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വീണ്ടും ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. അതിൻ്റെ അകത്ത് എന്തെടുക്കാം, നമുക്ക് ഒരു സാധാരണ ഒരു ഈ ഒരു കളർ എടുക്കാം. ആ കളർ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു കളർ എടുക്കുന്നത്. സ്വല്പം കൂടെ ഡാർക്ക് ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇനി ഞാനിത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ടൂൾ എന്ന് പറയുന്നത് കോണ്ടൂർ, CONTOUR, കോണ്ടൂർ, CONTOUR, കോണ്ടൂർ. സോ ആ കോണ്ടൂർ ടൂൾ എടുക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഒരു എലിപ്സ് ടൂൾ എടുത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം എന്താണ് കോണ്ടൂർ എന്നുള്ളത്. സോ ഇവിടെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്, ഒരു ഫില്ലും ഒരു സ്ട്രോക്കും ഉണ്ടല്ലോ. ഫില്ല് ഏതാണ്, കളർ ഏതാണ്, ബ്ലൂ. സ്ട്രോക്കിൻ്റെ കളർ ഏതാണ്, ബ്ലാക്ക്. സോ ഞാൻ ആ കളറൊന്ന് മാറ്റുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോക്കിൻ്റെ കളർ മാറും. അറിയാമല്ലോ, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോക്കിൻ്റെ കളർ മാറും. ഇനി നമുക്ക് ഈ കോണ്ടൂർ എടുത്തിട്ട്, അപ്പോൾ ഈ കോണ്ടൂറിൻ്റെ അകത്ത് തന്നെ 3 എണ്ണം ഉണ്ട്. ആ 3 എഴുതാം. ടു സെൻറ്റർ, ഇൻസൈഡ് കോണ്ടൂർ, ഔട്ട്സൈഡ് കോണ്ടൂർ. ടു സെൻറ്റർ, ഇൻസൈഡ് കോണ്ടൂർ, ഔട്ട്സൈഡ് കോണ്ടൂർ. അതേപോലെ തന്നെ കോണ്ടൂർസിൻ്റെ സ്റ്റെപ്സ് ഉണ്ട്. കോണ്ടൂർ സ്റ്റെപ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് കോണ്ടൂറിനെ ഓഫ്സെറ്റ് ചെയ്യാം. കോണ്ടൂറിൻ്റെ ബാക്കിയൊന്നും എഴുതണമെന്നില്ല. ബാക്കി ഇതാണ് നമ്മുടെ 3 മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമ്മളിങ്ങനെ കോണ്ടൂറിനെ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നോക്കിയേ, ആക്ച്വലി സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആ ഒരു സ്ട്രോക്ക് ഇപ്പോൾ അകത്തോട്ട് കയറി അല്ലേ. അപ്പം നമ്മൾ പുറത്തോട്ട് ഡ്രാഗ് ചെയ്ത് എന്ത് പറ്റും, ആ ഒരു കോണ്ടൂർ പുറത്തോട്ട് പോകും. അതേപോലെ ഇവിടെ നമ്മൾ ആ ഒരു ഡോട്ടുണ്ട്, ആ ഡോട്ടിൽ പിടിച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോണ്ടൂറിൻ്റെ തന്നെ കണ്ടോ പല ഇത് നമുക്കിവിടെ കാണാൻ പറ്റും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ. കണ്ടോ, അപ്പോൾ ഇതാണ് ആക്ച്വലി ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, കോണ്ടൂർ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അടുത്ത കോണ്ടൂറിൽ പോകും. ടു സെൻറ്റർ, കണ്ടോ അതെല്ലാം കൂടെ വന്ന് സെൻറ്ററിലിരിക്കുകയാണ്. വീണ്ടും ഞാനിത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വേറെ ടൈപ്പ് കോണ്ടൂറിലേക്ക് മൂവ് ചെയ്തു. പിന്നെ ഔട്ട്സൈഡ് കോണ്ടൂർ ഔട്ട്സൈഡിലോട്ട് ഫുള്ളും പോവും. ഇൻസൈഡ് ആകുമ്പോൾ ഇൻസൈഡ് കോണ്ടൂർ ആവും. പിന്നെ നമ്പർ ഓഫ് സ്റ്റെപ്സ് കണ്ടോ, ഇവിടെ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഉണ്ട്. കോണ്ടൂർ സ്റ്റെപ്സ് 20 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ 20 ആവും. അതേപോലെ എത്ര ഓഫ്സെറ്റ് ചെയ്യണമെന്നുള്ള കാര്യം നമുക്കിവിടെ ക്ലിക്ക് ചെയ്താൽ കണ്ടോ ഇതിങ്ങനെ ഓഫ്സെറ്റ് ആവും. നമ്മൾ തുടങ്ങിയത് എവിടെയാണ് കണ്ടോ, എൻഡ് ചെയ്യിച്ച് എവിടെയാണെന്നുള്ളത്. പിന്നെ വരുന്നത് മിറ്റേഡ് കോണ്ടൂർസ്. അത് നമ്മൾ ഇത് നല്ലോണം കൂട്ടണം, അല്ലെങ്കിൽ വേറെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ മാറ്റിയാലേ അറിയാൻ പറ്റും. റൗണ്ടഡ് ഇതിലത് അറിയാൻ പറ്റത്തില്ല. സ്വല്പം കൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, റൗണ്ടാണ്. റൗണ്ടിൽ അത് വർക്ക് ചെയ്യത്തുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് അതിലൊരു കോണ്ടൂർ കൊടുക്കാം. സോ സ്ട്രോക്കിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സ്ട്രോക്ക് കൊടുക്കുക. സ്ട്രോക്ക് സ്വല്പം ഇൻക്രീസ് ചെയ്യാം, 1 ആക്കാം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാം, ഇവിടെ സെലക്ട് ചെയ്തിട്ട് കോണ്ടൂർ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ഏതാണ്, ഇൻസൈഡ് കോണ്ടൂർ. കണ്ടോ, ഇൻസൈഡ് ആകുമ്പോൾ ഇൻസൈഡിലോട്ട് കോണ്ടൂർ വന്നു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് റൗണ്ടഡ് കോർണേഴ്സ് ആക്കാം. അത് സ്വല്പം കൂടെ ഒന്ന് ഡ്രാഗ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ കൃത്യമായിട്ട്. ബെവൽ കോണ്ടൂർസ്. അപ്പോൾ നമുക്ക് ഔട്ട്സൈഡ് കോണ്ടൂർ എടുക്കാം. ഇത് 31 ആയിപ്പോയി. ഞാൻ 10 കൊടുക്കുകയാണ്. 10ഉം നമ്പർ ഓഫ് സ്റ്റെപ്സ് 10ഉം 0.01 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് സ്വല്പം ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യാം അതിന്. ഓക്കെ, കണ്ടോ ആ ഒരു എഡ്ജ് മാറിയത് കണ്ടോ, നമ്മളിവിടെ കൊടുത്തതിനനുസരിച്ചുള്ള എഡ്ജിന് കണ്ടോ മാറ്റം വന്നിട്ടുണ്ട്. ബെവൽ കണ്ടോ, ആ ഒരു ഇത് കൊടുത്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അതേപോലെ നമ്മൾ റൗണ്ടിൽ കൊടുക്കുകയും ചെയ്യരുത്. ഇപ്പോൾ ലീനിയർ കോണ്ടൂർ കളർ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ക്ലോക്ക് വൈസ് കണ്ടോ, കൗണ്ടർ ക്ലോക്ക് വൈസ് കണ്ടോ. കളർ നമുക്ക് ഇതിൻ്റെ അകത്ത് ലീനിയർ കൗണ്ടറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അതേപോലെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഏരിയ നമുക്ക് ഇൻക്രീസ് ചെയ്ത് ഓഫ്സെറ്റ് ചെയ്ത് പോകാനും പറ്റും. അവിടെ വെച്ച് തന്നെ ഇത്രയും ഓഫ്സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. റൗണ്ടഡും പിന്നെ എന്താണ് ബെവലും പിന്നെ മിഡ്വേർഡ് കോണ്ടൂർസും. ഓക്കെ, അതേപോലെ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഞാനിപ്പോൾ 2 കൊടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് 2 ആവും. നമ്പർ ഓഫ് സ്റ്റെപ്സ് 10 കൊടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് 10 ആവും. അതേപോലെ തന്നെ നമുക്ക് മൂവ് ചെയ്യാം. കണ്ടോ, ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യാം. കണ്ടോ, ഇത് അഡ്ജസ്റ്റ് ചെയ്യണം, ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനെ വലിച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ മൂവ് ആവും. ഇതിനെ ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം.
കണ്ടോ? ഇതിനെടുത്തിട്ട് ഈ ഭാഗത്താക്കി അത് മുകളിൽ പോകും. കണ്ടോ? സ്നാപ്പ് ആയിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട്. കണ്ടോ? ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്നാപ്പ് ആവും. സ്നാപ്പ് 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 ദെൻ മൂവ്. കണ്ടോ? മൂവ്. അപ്പോൾ അത് ഇൻക്രീസ് ആയി ഓഫ്സെറ്റ് ചെയ്ത് പോകും. അപ്പോൾ പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ പ്രീസെറ്റുകളാണ്. ഫ്ലോ ഇൻവേർഡ്. കണ്ടോ? അതേപോലെ ഫ്ലോ ഔട്ട്വേർഡ്. ഓക്കെ, അത് എടുക്കണമെന്ന് ആവശ്യമൊന്നുമില്ല, നിർബന്ധമില്ല. നമുക്ക് പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ വീണ്ടും മാറ്റാം. അത് ഏറ്റവും നല്ല കോണ്ടൂർ എന്ന് പറയുന്നത് ഏതാണ്? ഔട്ട്സൈഡ് കോണ്ടൂർ തന്നെ ആയിരിക്കും. ഇൻക്രീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് കോണ്ടൂർ ആയിരിക്കും കാണാൻ കുറച്ചും കൂടെ രസമായിട്ടുള്ളത്. അപ്പോൾ പ്രീസെറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ഒരു പ്രീസെറ്റിൽ ഒന്ന് നിൽക്കും. കറക്റ്റ് എമൗണ്ട് ഓഫ് വാല്യൂവിൽ അത് കറക്റ്റായിട്ട് ഒന്ന് നിൽക്കും. സെലക്ട് ചെയ്യാം. നമുക്കിതിനെ പിന്നെ ഇതിൻ്റെ അകത്ത് ആഡ് പ്രീസെറ്റ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു പ്രീസെറ്റ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം കോണ്ടൂറിൽ. അപ്പോൾ അത് കോണ്ടൂർ അപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ അകത്ത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഞാൻ അതിൻ്റെ അകത്ത് ട്രയൽ എന്ന് പറഞ്ഞ് ചുമ്മാ കൊടുക്കാമേ. കണ്ടോ? ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പ്രീസെറ്റ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കോണ്ടൂറിൽ സെലക്ട് ചെയ്യണം, എന്നാലേ വർക്കൗട്ട് ആവുള്ളൂ. കോണ്ടൂർ ആയിരിക്കണം, എന്നാൽ മാത്രമേ അത് എടുക്കുകയുള്ളൂ. ഇവിടെ സെലക്ട് ചെയ്തു, ട്രയൽ. കണ്ടോ? അപ്പോൾ നമുക്ക് പ്രീസെറ്റ് സെറ്റ് ചെയ്യാം കോണ്ടൂറിൻ്റെ. അപ്പോൾ ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഇതിൻ്റെ അകത്ത് ഗ്രാഫിക്സ് എന്ന് അടിച്ചേ. ഓക്കെ, ഗ്രാഫിക്സ് എന്ന് അടിച്ചിട്ട് ഞാൻ അതിനെ വലുതാക്കി, സ്വല്പം കൂടെ വലുതാക്കി. എന്നിട്ട് നമുക്ക് ഇതിനെ ബോൾഡാക്കാം. ഓക്കെ, ബോൾഡാക്കിയിട്ട് ഞാനൊരു കളർ കൊടുത്തു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കോണ്ടൂർ എടുത്തു. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ട്രയൽ. കണ്ടോ? എന്നിട്ട് നമുക്ക് പതുക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ. നമ്മുടെ പ്രീസെറ്റായി കഴിഞ്ഞാൽ അതിൽ പിടികിട്ടിയോ? അപ്പോൾ നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രീസെറ്റായി. ഇപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. റൗണ്ട് ആണെങ്കിൽ റൗണ്ട് ചെയ്യാം, ബെവലാണെങ്കിൽ ബെവൽ ചെയ്യാം, മിറ്റേൺ ആണെങ്കിൽ മിറ്റേൺ ചെയ്യാം. അതേപോലെ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഷാഡോയിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഷാഡോയിൽ നമ്മുടെ പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഷാഡോ കൊടുത്ത വർക്ക് ചെയ്യും, ചില സമയത്ത് ഷാഡോ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യില്ല. അതിന് കാരണം ഞാൻ പറയാം. ഇപ്പോൾ ഇത് കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. തൽക്കാലം അങ്ങനെ നിന്നോട്ടെ. ഞാൻ ഷാഡോയെ സ്വല്പം കൂടെ ഞാൻ ഇൻക്രീസ് ചെയ്തേ, എന്നിട്ട് സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. എൻ്റെ ഷാഡോ എന്ന് പറയുന്നത് ഏതെങ്കിലും സ്മോൾ ഗ്ലോ, അതുപോലെ ഇത് വേണ്ട, ഇതില്ല. അതേപോലെ മീഡിയം ഗ്ലോ, പെർസ്പെക്റ്റീവ് ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ടോ? ബോട്ടമാണോ ലെഫ്റ്റാണോ? ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ അവർ തന്നിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു ഷാഡോ സ്വല്പം കൂടെ ഒന്ന് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് വെച്ച് കൊടുത്തേ. എന്നിട്ട് നമുക്കൊരു ഇതിനെ കംപ്ലീറ്റ്ലി ഒന്ന് സ്കെയിൽ ചെയ്യാം. കണ്ടോ? സ്കെയിൽ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഷാഡോയും കൂടെ ഒബ്വിയസ്ലി എന്താവും? സ്കെയിലാവും ഇല്ലേ? ഷാഡോയും കൂടെ സ്കെയിലായി. ഇനി ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നു. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്തൊരു കളർ കൊടുക്കുന്നു. എന്നിട്ട് ഷിഫ്റ്റ് പേജ് ഡൗൺ. ഓക്കെ, അപ്പോൾ ഈ ഷാഡോ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ? ഇങ്ങനെയാണ് ഈ ഷാഡോ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഷാഡോയിൽ സെലക്ട് ചെയ്തിട്ട് പ്രീസെൻ്റ് അകത്ത് ഒന്നും കൂടെ ഒന്ന് മാറ്റാം. കണ്ടോ? അപ്പുറത്ത് പോയി. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബീജിയും കൂടെ ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല കറക്റ്റായിട്ട്. കണ്ടോ? ഷാഡോ എവിടെയാണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ സെലക്ട് ചെയ്യുക. ഒന്നും കൂടെ ഞാൻ ഷാഡോ കൊടുക്കുകയാണേ. ആക്ച്വലി നമ്മൾ നേരത്തെ കൊടുത്ത ഷാഡോ ഇവിടെ തന്നെ ഉണ്ട്. ബോട്ടം സ്വല്പം കൂടെ ഒന്ന് മൂവ് ചെയ്യാം. ഇങ്ങനെ വെച്ചാൽ ഞാൻ ഓക്കെ, ചുമ്മാ ട്രയലിനാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പ്രീസെറ്റിനെ സേവ് ചെയ്യണം. അപ്പം ഞാൻ പറയാണ് ഷാഡോ _me എന്ന് ടൈപ്പ് ചെയ്ത് ഷാഡോ _my എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ തിരിച്ചു പോകാം. ഷാഡോ ഡിലീറ്റ് ചെയ്ത് ഷാഡോ ഇത് മൊത്തം ഡിലീറ്റ് ചെയ്തു. ഷാഡോ അല്ല, മൊത്തം ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം, വലുതാക്കാം, ഏതെങ്കിലും ഒരു കളർ കൊടുക്കാം, ഷാഡോ എടുക്കാം, ഷാഡോ മീ. നോക്കിയേ, എളുപ്പമല്ലേ? അപ്പം നമുക്ക് തന്നെ ഇഷ്ടമുള്ളത് എല്ലാം നമുക്ക് ഇതേപോലെ പ്രീസെറ്റിൽ അടിച്ചു വയ്ക്കാം. നമ്മൾ ഒരു വട്ടം എന്നിട്ട് നമുക്ക് ചെറുതായിട്ടും ട്വീക്ക് ചെയ്താൽ കറക്റ്റായിട്ട് സംഭവം കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ പ്രീസെറ്റുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രീസെറ്റുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാം. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഡിസ്ട്രോട്ട്, ഡിസ്ട്രോട്ട്, DISTORT, ഡിസ്ട്രോട്ട്, ഡിസ്ട്രോട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഡിസ്ട്രോട്ട് ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചു ഡിസ്ട്രോട്ട്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കണ്ടോ, അതിൻ്റെ അകത്ത് സിപ്പർ ഡിസ്ട്രോഷനും ട്വിസ്റ്റർ ഡിസ്ട്രോഷനും ഉണ്ട്. സിപ്പർ ZIPPER, സിപ്പർ ഡിസ്ട്രോഷൻ ZIPPER, സിപ്പർ ഡിസ്ട്രോഷനും പിന്നെ ട്വിസ്റ്റർ ഡിസ്ട്രോഷനുമാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിലാദ്യം നമുക്കതിൻ്റെ അകത്ത് സിപ്പർ ഡിസ്ട്രോഷനിൽ നോക്കാം. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുമ്പോൾ കണ്ടോ, എന്നിട്ട് നമുക്ക് ഇത് അലൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഇതിനെ നമുക്ക് മൂവ് ചെയ്യാം. കണ്ടോ, അപ്പോൾ ഒരുപാട് കൊടുക്കരുത്, ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് സിസ്റ്റം ഹാങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നോർമലാണ്, പുഷ് ആൻഡ് പുൾ. കണ്ടോ, പുഷ് ആൻഡ് പുൾ, മൂവ് ചെയ്യുക, മൂവ് ചെയ്യുക, ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട്, ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യുക, പുഷ് ആൻഡ് പുൾ. ഓക്കെ, ക്ലിയർ ഡിസ്ട്രോഷൻ ആണെങ്കിൽ ഇത് ഇവിടെ ഉണ്ട് കണ്ടോ. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് കൺവേർട്ട് കർവ്സ് ആണ്, അത് ഞാൻ പറഞ്ഞിട്ടില്ല. ആഡ് ഫ്രീക്വൻസി യൂസ്ഡ് ഐറ്റം ടു റിമൂവ് ഓർ അൺയൂസ്ഡ്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രീസെറ്റുകളാണ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തില്ലേ, ആ പ്രീസെറ്റുകൾ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും വേറെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ പ്രീസെറ്റ് മാറും. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല, എല്ലാ പ്രീസെറ്റുകളും അതിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്ന പ്രീസെറ്റുകൾ തന്നെ ഉണ്ട്, അതുകൊണ്ട് തൽക്കാലം ഞാൻ മാറ്റുന്നില്ല. ഡ്രാഗ് ചെയ്തു. ഇതെന്ന് പറഞ്ഞാൽ ആഡ് ന്യൂ ഡിസ്ട്രോഷൻ. കണ്ടോ, അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഡിസ്ട്രോഷൻ ആഡ് ചെയ്യുക. കണ്ടോ, എങ്ങോട്ടാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അത് മൂവ് ചെയ്ത് പോകും, പുതിയ ഡിസ്ട്രോഷൻ കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇതാണ്, ഏതാണ്, സിപ്പർ ഡിസ്ട്രോഷൻ. അതിൽ മൂവ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, അതോ ഇങ്ങനെ മൂവ് ആവും. കണ്ടോ, ഇങ്ങനെയാണ് അത് മൂവ് ആവുന്നത്. അടുത്തത് ട്വിസ്റ്റർ ഡിസ്ട്രോഷൻ, അത് ട്വിസ്റ്റ് ആവും. നോക്കിയേ, കണ്ടോ, ഇങ്ങനെ കറക്കിയെടുക്കാം. ഇതെല്ലാം ഇല്ലുസ്ട്രേറ്ററിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അല്ലേ. ഇല്ലുസ്ട്രേറ്ററിൽ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇത് പക്ഷേ കുറച്ചും കൂടെ നമുക്ക് കൺട്രോളിലുണ്ട്. അതാണെങ്കിൽ വാല്യൂ എടുത്ത് കറക്കേണ്ടി വരും. ഇത് നമുക്ക് ഫുൾ കൺട്രോളിൽ നമുക്ക് കറക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, അപ്പോൾ ഡിസ്ട്രോഷൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം കംപ്ലീറ്റ് റൊട്ടേഷൻ എത്ര വേണം, 5 ആണെങ്കിൽ 5 കൊടുക്കാം. അതേപോലെ ഇതിൻ്റെ അകത്ത് അഡീഷണൽ ഡിഗ്രി ഉണ്ടെങ്കിൽ 180 ഡിഗ്രി കൊടുക്കാം. അങ്ങനെ നമുക്ക് ആക്സിസും ഇതും നമുക്ക് കറക്കിയെടുക്കാൻ പറ്റും. ആഡ് ന്യൂ ഡിസ്ട്രോഷൻ ആണെങ്കിൽ പുതിയ ഡിസ്ട്രോഷൻ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഇതാണ്ടോ, കണ്ടോ, അപ്പോൾ മൊത്തത്തിലെ ഡിസ്ട്രോഷൻ ചേഞ്ചായി. ഓക്കെ, വീണ്ടും ഞാനിപ്പോൾ ടെക്സ്റ്റിൽ കൊടുക്കാമേ. ടെക്സ്റ്റിൻ്റെ അകത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് ഡിസ്ട്രോഷൻ എന്ന് കൊടുത്തു. ഞാൻ ഇതിനെ വലുതാക്കി. ഫൈൻ, മൊത്തത്തിൽ വലുതാക്കാം. എന്നിട്ട് ഞാനതിനെ ബോൾഡാക്കി, ഞാൻ അതിൻ്റെ അകത്തൊരു കളർ കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്കിതിൻ്റെ അകത്ത് ഡിസ്ട്രോട്ട് ചെയ്യാം. ഞാനിവിടെ സെലക്ട് ചെയ്തു. ആദ്യം നോർമൽ പുഷ് ആൻഡ് പുൾ. കണ്ടോ, അപ്പോൾ ഏത് ആക്സിസാണ് ആ ആക്സിസിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഇതാ, ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട്, ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട്. ഇപ്പോൾ ടോപ്പ് ആക്സിസിൽ മാത്രമാണ് ഇപ്പോൾ ഇത് വർക്ക് ചെയ്യാത്തത്. എക്സും വൈയും ഇതിൻ്റെ അകത്ത് ഓൾറെഡി വർക്കിംഗ് ആണ്. അടുത്തതെന്ന് പറയുന്നത് ഇതേപോലെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ 5 കൊടുക്കാം, പുതിയ ഡിസ്ട്രോഷൻ. കണ്ടോ, 8 ആണെങ്കിൽ 8 കൊടുത്ത് അതിനെ നമുക്ക് ഡിസ്ട്രോട്ട് ചെയ്യാം. ഫൈൻ, ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ ചെയ്യാം. ഇത് പ്രീസെറ്റ് കൺവേർട്ട് കർവാണ്, ഞാൻ തൽക്കാലം കൊടുക്കുന്നില്ല. അതുപോലെ കോപ്പി ഡിസ്ട്രോഷൻ, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇപ്പോൾ തൽക്കാലം ക്ലിയർ ചെയ്തിട്ട് രണ്ടാമത്തെ ഡിസ്ട്രോഷൻ, സിപ്പർ ഡിസ്ട്രോഷൻ. കണ്ടോ, അത് കുറച്ച് ഈ ഒരു രീതിയിലുള്ള ഡിസ്ട്രോഷനാണ്. അതിൻ്റെ അകത്ത് നമുക്ക് എത്രത്തോളം പുഷ് ആൻഡ് പുള്ള് വേണം ആ രീതിയിൽ അതിനെ ഡിസ്ട്രോട്ട് ചെയ്യാം. അതുപോലെ തന്നെ ട്വിസ്റ്ററാണ്. ട്വിസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ട്വിസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇതാ മൂവ് ചെയ്ത് ഏത് പൊസിഷനിലാണെന്ന് പറഞ്ഞാൽ ആ ഒരു പൊസിഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതാ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ. പിടികിട്ടിയോ? ഇതാണ് അതിൻ്റെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത്. വാല്യൂ പിടിച്ച് നമുക്ക് എവിടെ വേണോ കൊണ്ടുപോകാം. കണ്ടോ, അതോ കണ്ടോ. അപ്പോൾ ആർക്കാണെങ്കിൽ ആർക്ക് ഇത് നമുക്ക് എങ്ങോട്ട് സ്ലൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങോട്ട് ഇതിനെ മൂവ് ചെയ്ത് കൊടുക്കുന്നു ആ രീതിയിലായിരിക്കും ആ ഒരു ഡിസ്ട്രോഷൻ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? കണ്ടോ, ഡിസ്ട്രോഷൻ ഏത് രീതിയിൽ. അപ്പോൾ ഒരു ഡിസ്ട്രോഷനിൽ നമുക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു ഷാഡോയും കൂടെ കൊടുത്ത് നോക്കാം. അപ്പോൾ മൾട്ടിപ്പിളായിട്ട് നമുക്ക് കൊടുക്കാം. ഒരു ഷാഡോ കൊടുക്കാം ഇതിൽ. കണ്ടോ, അപ്പോൾ ലുക്ക് ആൻഡ് ഫീൽ കംപ്ലീറ്റ് മാറി. വേണമെങ്കിൽ ഒരു എന്ത് കൊടുക്കാം, ഒരു കോണ്ടൂർ കൊടുക്കാം. അപ്പോൾ കോണ്ടൂർ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ചുമ്മാ ഡ്രാഗ് ചെയ്തേ കോണ്ടൂറിൽ. അപ്പോൾ ഇങ്ങനെ കാണിക്കും. നോർമലി കോണ്ടൂറിൽ ഇങ്ങനെ കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് ഇതിൻ്റെ അകത്ത് മിഡ് കൊടുക്കുക കേട്ടോ. മിഡ് കൊടുത്താൽ പിന്നെ കുഴപ്പമില്ല. അതും എററാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് കൊടുക്കുക ഔട്ട് സൈഡ് കോണ്ടൂർ. കണ്ടോ, കാരണം ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കൊടുത്തിട്ടുള്ള
ട്രയൽ അങ്ങ് കൊടുക്കാം. അയ്യോ ട്രയലിൽ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ട്രോഷനെ നല്ലവണ്ണം കുറയ്ക്കാം. അതിപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, കുഴപ്പമില്ല. ഇങ്ങനെ ആക്കി ഞാൻ. പിന്നെ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ പ്രീസെറ്റിലെ ഷാഡോയും കൂടെ കൊടുക്കാമല്ലോ അല്ലേ. ഷാഡോയും കൂടെ സെലക്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ അകത്ത് ഷാഡോ മീ എന്ന് പറഞ്ഞു കൊടുക്കുക. പ്രീസെറ്റ് കനോട്ട് അപ്ലൈ ടു ദ സെലക്റ്റഡ് ഒബ്ജക്റ്റ്. കുഴപ്പമില്ല, ആദ്യമേ അപ്പോൾ ഷാഡോ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഷാഡോ, ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഷാഡോ ഉണ്ടല്ലോ, സെലക്ട് ചെയ്യുക. കണ്ടോ, കാരണം ഏത് ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റിൽ മസ്റ്റായിട്ടും ക്ലിക്ക് ആയിരിക്കണം. ഇതിൻ്റെ ഒരു പ്രോബ്ലം അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഷാഡോ ആണെന്നുണ്ടെങ്കിൽ ഷാഡോയിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു പ്രോപ്പർട്ടി വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ എന്താണ്, കോണ്ടൂർ ആണെങ്കിൽ കോണ്ടൂറിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ കോണ്ടൂറിൽ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് 3 പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് ഇതിൻ്റെ അകത്ത്? ഷാഡോ, കോണ്ടൂർ, ദെൻ ഡിസ്ട്രോട്ട്. അപ്പോൾ ഡിസ്ട്രോട്ടിൻ്റെ അകത്ത് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഡിസ്ട്രോട്ടിൻ്റെ അകത്ത് ഇത് പുൾ കോർണേഴ്സ് കണ്ടോ, അതേപോലെ പുഷ് കോർണേഴ്സ്, പുൾ കോർണേഴ്സ്, പുഷ് കോർണേഴ്സ്, ട്വിസ്റ്റർ, സ്റ്റാമ്പ് എല്ലാം അഡ്ജസ്റ്റും ചെയ്യാം കേട്ടോ. അത് പ്രീസെറ്റ് ആണെന്നേ ഉള്ളൂ, നമുക്കെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. അതിനാ ട്വിസ്റ്ററൊക്കെ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഭയങ്കര ഹാങ് ആയിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ അകത്ത് പുഷ് ആൻഡ് പുള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് പുഷ് ആൻഡ് പുള്ളിൽ ആ ഡിസ്ട്രോഷൻ്റെ അകത്തും സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഏത് കൊടുത്താലും ഇതിൻ്റെ അകത്ത് വരുന്ന പ്രോപ്പർട്ടി സെയിം തന്നെയാണ്. പിന്നെ വരുന്ന റാൻഡം ഡിസ്ട്രോഷൻ കണ്ടോ, റാൻഡമായിട്ട് ഡിസ്ട്രോട്ട് ചെയ്യാൻ. പിന്നെ സ്മൂത്ത് ഡിസ്ട്രോഷൻ കണ്ടോ, ആ ഏരിയക്കകത്തൊക്കെ സ്വല്പം ഒരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത് ലോക്കലൈസ് ഡിസ്ട്രോഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിത് ഏതാണ് നമുക്ക് വേണ്ടത്, ആ ഒരു ഡിസ്ട്രോഷൻ നമുക്ക് ഇതിനെ സേവ് ചെയ്യാം. അപ്പോൾ ഇത് മാത്രം ഞാൻ വീണ്ടും പറയണം, ഇത് മാത്രം കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഷാഡോ കൊടുക്കുക. ഷാഡോയിലാണ് എല്ലാ പരിപാടിയും ഇരിക്കുന്നത് കണ്ടോ. എന്നാലേ ഡിസ്ട്രോഷൻ പോലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് നമ്മൾ ഡിസ്ട്രോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം. സ്വല്പം കൂടെ മൂവ് ചെയ്ത് മാക്സിമം കട്ടിയാക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ എന്ത് കൊടുക്കാം, ബ്ലാക്ക് കൊടുക്കാം. അപ്പോൾ നോക്കിയേ കണ്ടോ, അപ്പോൾ അത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിലേ ഫുൾ ബ്ലാക്ക് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് കണ്ടോ, ബ്ലാക്കിൽ തന്നെ കൈ എടുക്കരുത്, ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ വന്നിട്ട് അതിൻ്റെ കുറച്ച് ഇൻറ്റൻസിറ്റി കുറയുന്ന രീതിയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ലെഫ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്യുക, കൈ എടുക്കുക, എന്നിട്ട് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കറക്റ്റ് ഫീൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഷാഡോ നമുക്ക് ഇനിയും ട്വീക്ക് ചെയ്യാം. ഷാഡോയ്ക്കകത്ത് നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ പ്രോപ്പർട്ടി ഏതാണ്, നമ്മുടെ പ്രോപ്പർട്ടി കൊടുക്കണമെങ്കിൽ കണ്ടോ, ഷാഡോ ഉൾപ്പെടെ ആ രീതിയിലാണ് വന്നിരിക്കുന്നത് കണ്ടോ. ഏതാണ് ഡിസ്ട്രോട്ട് ചെയ്താണ് ഷാഡോ ഉൾപ്പെടെ വന്നിരിക്കുന്നത്, മീഡിയം സ്മോൾ. ഇപ്പോൾ ഏതാണെന്ന് പറഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കോറലാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. മറ്റേത് കിട്ടും, ഇത്ര എളുപ്പത്തിൽ നമുക്ക് കിട്ടത്തില്ല. ഇതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ ലോഗോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ എക്സ്ട്രൂഡും കൂടെ നമുക്ക് നോക്കാം. എക്സ്ട്രൂഡും ബ്ലോക്ക് ഷാഡോയും കൂടെ നമുക്ക് നോക്കാം. എക്സ്ട്രൂഡ് എന്ന് പറയുന്നത് ഇതിനെ ഞാൻ എക്സ്ട്രൂഡ് ചെയ്യാൻ, ഇത് ഭയങ്കരമായിട്ട് ഹാങ് ആവും. അതുകൊണ്ട് തൽക്കാലം ഞാൻ റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ എക്സ്ട്രൂഡ് എന്ന് ടൈപ്പ് ചെയ്യണേ. ഓക്കെ, എക്സ്ട്രൂഡിൻ്റെ അകത്ത് ഞാൻ ഒരു കളർ കൊടുത്തു, നമുക്ക് ബ്ലൂ തന്നെ കൊടുക്കാം. ഓക്കെ, ഈ എക്സ്ട്രൂഡിൻ്റെ അകത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പ്രീസെറ്റ് ഉണ്ട്. ഞാൻ തൽക്കാലം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്യണേ. ഇപ്പോൾ എന്ത് പറ്റി, ഈ ഒരു ഏരിയക്കകത്ത് ഒരു എക്സ്ട്രൂഷൻ വന്നല്ലേ കണ്ടോ, വ്യക്തമായിട്ട് നോക്കി അറിയാൻ പറ്റും ഇല്ലേ. അത്രയും പിടിച്ച് ഡ്രാഗ് ചെയ്യണ്ട, ഇവിടെ പിടിച്ചിട്ട് സ്വല്പം ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ കണ്ടോ കുറച്ചും കൂടെ അത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. സ്വല്പം ഡ്രാഗ് ചെയ്താൽ കണ്ടോ ഇത്രയായിപ്പോൾ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുക. എക്സ്ട്രൂഡ് കണ്ടോ, ഇങ്ങോട്ട് റൈറ്റിലാകുമ്പോൾ റൈറ്റിലോട്ട് കണ്ടോ, മനസ്സിലായില്ലേ, അതാണ് എക്സ്ട്രൂഡ്. ഈ ഒരു ഡെപ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്ട്രൂഡ് എന്ന് പറയുന്നത്. പ്രീസെറ്റ് ഒരുപാടുണ്ട്, എക്സ്ട്രൂഡ് ടോപ്പ് ലെഫ്റ്റ് കണ്ടോ, അതൊക്കെ അതിന് തോന്നുന്ന രീതിയിലൊക്കെ ആയിപ്പോവും കണ്ടോ, മൂവ് ചെയ്ത്. അപ്പോൾ നമുക്ക് ഇതിനെ കുറച്ചാൽ മതി, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇതാണ് നമ്മുടെ മെയിൻ സംഭവം, ടാർഗറ്റ് എന്ന് പറയുന്നത് കണ്ടോ. ഇതുണ്ടോ, ഇതിനെ മൂവ് ചെയ്തിട്ട് നമ്മൾ കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എക്സ്ട്രൂഡ് ആയില്ലേ, പിടികിട്ടിയ സംഭവം. അതുപോലെ ആ എക്സ്ട്രൂഡ് ടോപ്പ് അതും മാറ്റേണ്ടി വരും, മൂവ് ചെയ്ത് തന്നെ മാറ്റേണ്ടി വരും. അടുത്ത വരുന്നത് എക്സ്ട്രൂഡ് ബോട്ടം റൈറ്റ്, അത് നമ്മൾ മൂവ് ചെയ്ത് മാറ്റേണ്ടി വരും കണ്ടോ. അതുപോലെ എക്സ്ട്രൂഡ് ബോട്ടം ലെഫ്റ്റ്, അതും സെയിം ഈ ഒരു സ്ലൈഡർ വെച്ചിട്ട്
നമ്മൾ മൂവ് ചെയ്ത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എക്സ്ട്രൂഡ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇതിനും ഈ നോഡാണെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. പിന്നെ നമ്മൾ ആരോ ആണുള്ളത് കണ്ടോ, ഇത്രയും ദൂരം പോയത് ആ എക്സ്ട്രൂഷൻ. ആ എക്സ്ട്രൂഡിനെ പിടിച്ച് നമുക്ക് വേണമെങ്കിൽ അടുത്ത് കൊണ്ടുവയ്ക്കാം. പക്ഷേ ആ ലുക്ക് ആൻഡ് ഫീൽ അവിടെ നിന്ന് പോകും. മനസ്സിലായോ? കണ്ടോ, ആ ലുക്ക് ആൻഡ് ഫീൽ പോകും. ഓക്കെ, അതുപോലെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഡെപ്ത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. കണ്ടോ, ഇതാ 1 2 3. ഓക്കെ, ഡെപ്ത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഏരിയയ്ക്ക് അത് നമുക്ക് ഡെപ്ത്ത് കൂട്ടാം. അതുപോലെ യൂസ് ഒബ്ജക്റ്റ് ഫില്ല്, നമുക്ക് അതിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. കണ്ടോ, ഇവിടെ തന്നെ മാറ്റാം. പിന്നെ അതിൻ്റെ അകത്ത് യൂസ് കളർ ഷെയ്ഡിങ്, ഇത് പഴയതുപോലെ ഫ്രം ഇത് ടു നീല ടു വേറെ ഏതെങ്കിലും കളറാണെന്നുണ്ടെങ്കിൽ ആ കളർ അതാകുമ്പം ഈ ഫ്രണ്ടിൽ ഈ കളറും ബാക്ക്ഗ്രൗണ്ടിൽ എന്തായിരിക്കും, നീലയായിരിക്കും. എക്സ്ട്രൂഡ് ചെയ്ത പോർഷനിൽ വേറെ കളറും ആയിരിക്കും. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറേ എക്സ്ട്രൂഷൻ ഉണ്ട്. പല ടൈപ്പ് ഓഫ് എക്സ്ട്രൂഷൻ അവർ സ്പ്ലിറ്റപ്പ് ആയിട്ട് തന്നിരിക്കുകയാണ്, പല രീതിയിലുള്ള എക്സ്ട്രൂഡ്സ്. കണ്ടോ, ഇങ്ങനെ ഇതെല്ലാം നമുക്ക് ട്വീക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിനെ അങ്ങ് ട്വീക്ക് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം എഴുതിക്കോണം, എക്സ്ട്രൂഷൻ ടൈപ്പും കൂടെ ഉണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. എക്സ്ട്രൂഷൻ ടൈപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് റീട്വീക്ക് ചെയ്യാം. ക്ലിയർ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. ഓക്കെ, നെക്സ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ബ്ലോക്ക് ഷാഡോ ആണ്. അപ്പോൾ ബ്ലോക്ക് ഷാഡോ എന്ന് പറയുന്നത് ഷാഡോയാണ്, വേറെ ഒന്നുമില്ല. നമുക്ക് ഷാഡോ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കിയേ, കണ്ടോ, പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രീസെറ്റുകളൊന്നുമില്ല. ശ്രദ്ധിച്ചായിരുന്നോ? കാരണം അത് ഷാഡോ അല്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പ്രീസെറ്റും ഇല്ല. നേരത്തെ ഷാഡോയിൽ പ്രീസെറ്റ് ഉണ്ട്. ഇത് സ്വല്പം കൂടെ എക്സ്ട്രൂഡ് ചെയ്ത ഷാഡോയുടെ ഒരു ലുക്ക് ആൻഡ് ഫീൽ നമുക്ക് കിട്ടും. കണ്ടോ, ഏത് ഭാഗത്തേക്കാണ് മൂവ് ചെയ്യേണ്ടത് ആ ഭാഗത്തേക്ക് നമുക്കതിനെ മൂവ് ചെയ്യാം. ഇതാ കണ്ടോ, എന്നിട്ട് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് നിറം വേണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. ഇതാ കണ്ടോ, പിടികിട്ടിയോ? അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള നിറവും നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഏതാണെന്ന് പറഞ്ഞാൽ അത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഇത് ഡെപ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. കണ്ടോ, ഡെപ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ ഇതിൻ്റെ അകത്ത് ഡയറക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഏത് ഡയറക്ഷനിലോട്ടാണ് താഴോട്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഉള്ളേ നമുക്ക്. കണ്ടോ, അത്രേ ഉള്ളൂ. അത് നമ്മൾ ഇത് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഓവർ പ്രിൻറ്റ് ബ്ലോക്ക് ഷാഡോ. ഓവർ പ്രിൻറ്റ് സെറ്റ് ദ ബ്ലോക്ക് ഷാഡോ ടു പ്രിൻറ്റ് ഓൺ ദ ടോപ്പ് ഓഫ് അണ്ടർലൈങ് ഒബ്ജക്റ്റ്. അത് നമ്മൾ വേണ്ട. സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. അതേപോലെ റിമൂവ് ഹോൾസ്, ആ ഒരു ഏരിയക്കകത്തുള്ള ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാം. ഇതാ കണ്ടോ, മനസ്സിലായ സംഭവം. 6ൻ്റെ അകത്തുള്ള ഇത് നമുക്ക് റിമൂവ് ചെയ്യാം. അതുപോലെ ജനറേറ്റ് ഫ്രം ഒബ്ജക്റ്റ് ഔട്ട്ലൈൻ, പിന്നെ ക്ലിയർ ബ്ലോക്ക് ഷാഡോ. ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് നോക്കിയത്? ക്രോപ്പ്, നൈഫ്, ഇറൈസർ, അതുപോലെ ഷാഡോ, കോണ്ടൂർ, ബ്ലെൻഡ് നോക്കും, പിന്നെ നോക്കും.